ഈ വാഹനം ടാറ്റ ടിയാഗോ EV കിടുക്കാച്ചി വണ്ടി. ഒരു വർഷം കൊണ്ട് ഓടിയ കിലോമീറ്ററാണ്. ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഒരു സംശയം മാത്രം ബാലൻസ് ആണ് കേട്ടോ. പെട്രോൾ വണ്ടിയുള്ള സമയത്ത് എല്ലാ 5000 കിലോമീറ്ററും 4 ടയർ ഇളക്കി വീൽ ബാലൻസ് ചെയ്യും. അതേമാതിരി ഫ്രണ്ട് 2 ടയറിൽ മസ്റ്റായിട്ട് വീൽ അലൈൻമെൻറ്റ് ചെയ്യാറുണ്ട്. ഈ പണിയെല്ലാം ടാറ്റയിലും ചെയ്യാറുണ്ട്. പക്ഷേ ഫ്രണ്ട് അലൈൻമെൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ മാനുവലി ചെക്ക് ചെയ്യാറുണ്ട്. ഒരു വെട്ടി തേയ്മാനൊന്നും കാണുന്നില്ല കേട്ടോ, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം നിയർ ബൈ ആയിട്ടുള്ള ഏറ്റവും വലിയ ഷോപ്സ് ഉണ്ട് ഇവിടെ, അലൈൻമെൻറ്റ് ഷോപ്സ്. അവിടേക്ക് അന്വേഷിച്ചപ്പം അവിടെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് മെഷീൻസ് ആണ്. ലോകത്തുള്ള എല്ലാ വണ്ടിയും അവിടെ അലൈൻമെൻറ്റ് മെഷീൻസ് എല്ലാം ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ്. അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതേപോലെ പ്രോഗ്രാംഡ് ആണ്. അപ്പം അവിടുന്ന് ക്ലാരിറ്റി ഇല്ല കേട്ടോ. വണ്ടിയെ പറ്റിയിട്ട് അവർക്ക് വ്യക്തതയില്ല. അത് കാരണം കൺഫ്യൂസ് വെച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കോൾ വന്നത്. കാര്യം ടാറ്റ ലെക്സോൺ ഷോറൂമിൽ നിന്ന് കസ്റ്റമറിനെയൊക്കെ വിളിച്ചിട്ട് എല്ലാ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ വ്യക്തത കിട്ടി കേട്ടോ. അലൈൻമെൻറ്റ് ചെയ്തതും കഴിവതും പുറത്ത് ചെയ്യുന്ന ഒഴിവാക്കുക, പ്രത്യേകിച്ച് ടാറ്റ ടിയാഗോ EVയിൽ. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ എഞ്ചിനില്ലാത്ത കാരണം മോട്ടോർ മാത്രമേ ഉള്ളൂ. വെയിറ്റ് വളരെ കുറവാണ് താരതമ്യേന പെട്രോൾ വണ്ടി അപേക്ഷിച്ച്. ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത് പുറക് സൈഡാണ് കേട്ടോ. ബാക്കിലാണ് ഹെവി വെയിറ്റ് ആണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പെട്രോൾ വണ്ടി ചെയ്യുന്ന അലൈൻമെൻറ്റിൻ്റെ ആ പ്രോഗ്രാം ഇതിൽ EV ചെയ്ത് കഴിയുമ്പം ഒത്തിരി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, എറേഴ്സ് വരുന്നുണ്ട്, അലൈൻമെൻറ്റ് വെട്ടി തേയ്മാനം പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിയർ ബൈ ഉള്ള ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോവുക, അവിടെ ചെയ്യുന്നതാണ് അഭികാമ്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സോർട്ട് ഔട്ട് ചെയ്ത് തരും, അവർ തലയിൽ വയ്ക്കാം, അതാണ് സേഫ്. അല്ലാതെ പുറത്ത് ചെയ്ത് പണി വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് EVകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ EV പൊളിയാണ്, അല്ലെങ്കിൽ പണിയാണ്.